ജം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതുവരെ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ റിവ്യൂ മാത്രമായിരുന്നു. പക്ഷേ ഈ ഒരു ടോപ്പിക് ജം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പുതുതായി പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ജം സ്റ്റേറ്റ്മെൻറ്റ് എന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ജം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നും അതെങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ജം സ്റ്റേറ്റ്മെൻറ്റ് എന്താ എന്നാണ്, അതിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കാൻ പോകുന്നത്. ആ ഡെഫിനിഷനിലേക്ക് ഒന്ന് നമുക്ക് പോവാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് എ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ കോൾഡ് ജം സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം, ജം എന്ന് പറഞ്ഞാൽ എന്താ. ഇംഗ്ലീഷിൽ ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുക, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുക എന്നാണ്. ആ ഒരു മീനിങ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് എ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. The statement that facilitate the transfer of a program control from one place to another are called jump statement. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പ്രോഗ്രാമിൻ്റെ അകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ ഒന്നുകൂടി ഓർത്തെടുക്കുക. ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് എ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ കോൾഡ് ജം സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ജം സ്റ്റേറ്റ്മെൻ്റ് ആയ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ഗോ ടു, എവിടേക്കോ പോകാനാണ് പറയുന്നത് ഗോ ടു എന്ന് ഉദ്ദേശിക്കുന്നത്. അതേ മീനിങ് തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ യൂസിൽ നമ്മൾ ഗോ ടു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. The go-to statement can transfer the program control to anywhere in the function. പ്രോഗ്രാമിൻ്റെ എവിടേക്കെങ്കിലും, anywhere in the function, ഫംഗ്ഷൻ്റെ അകത്തുള്ള എവിടേക്കെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. The target destination of go to statement is marked by a label. ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലാബൽ ഉപയോഗിച്ചിട്ടാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ എവിടേക്ക് വേണമെങ്കിലും പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു സിൻടാക്സ് എഴുതിയിട്ടുണ്ട് ഗോ ടുയുടെ. ഗോ ടു ലാബൽ. ലാബലിൻ്റെ അകത്ത് നമ്മൾ ലാബൽ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ആൻ ഐഡൻറ്റിഫയർ. അപ്പോൾ ഗോ ടു ലാബൽ. ഈ ലാബൽ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. നമുക്കത് നമ്മുടെ പേര് ഉപയോഗിക്കാം, നമ്മുടെ സ്ഥലപ്പേര് ഉപയോഗിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. ഈ ഗോ ടു ലാബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകുന്നത് എവിടെയാണോ ലാബൽ എഴുതിയിരിക്കുന്നത് അവിടേക്കാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുമ്പോഴും സെമിക്കോളൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ലാബലിൻ്റെ കേസിൽ അത് സെമിക്കോളൻ അല്ല ഉപയോഗിക്കുന്നത്, അവിടെ ഒരു കോളൻ ആണ് ഉപയോഗിക്കുന്നത്. ആ കോളൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൻ ലാബലിൻ്റെ തൊട്ട് അടുത്തായിട്ട് എഴുതിയിട്ടുള്ള എല്ലാ പ്രോഗ്രാം കോഡുകളും വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു എക്സാമ്പിൾ കൂടെ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ i = 1, ഐനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 1 കൊടുത്തിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അറിയില്ല സ്റ്റാർട്ട് എന്തിനു വേണ്ടി അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക, cout 1. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് 1 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 1 ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം 2ആയി, 2 <50 ആണ്. അതുകൊണ്ട് നമുക്ക് ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയും. ഈ ഗോ ടു സ്റ്റാർട്ട്, ഇവിടെയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ലാബിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ചത് അവിടേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എവിടേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, മൂവ് ചെയ്യുന്നത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ലാബിലുള്ള സ്ഥലത്തേക്ക്.
അപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഈ ഒരു സ്ഥലത്ത് വരും. വീണ്ടും നമ്മുടെ സി ഔട്ട് ഐ എന്നുള്ളത് വർക്ക് ചെയ്യും. ഇവിടെ 2 ആയിട്ട് പ്രിന്റ് ചെയ്യും. അവിടെ 3 ആവും. ഇതേ പ്രൊസീജിയർ ഗോ ടു സ്റ്റാർട്ട് വരും, ഈ സ്റ്റാർട്ടിൽ വരും, വീണ്ടും 3 പ്രിന്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് 49 വരെ പോയി. 49 പ്രിന്റ് ചെയ്തു. 49 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ 50 ആകും. 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ നോക്കി. അതെ. അപ്പോൾ നമുക്ക് വീണ്ടും ഗോ ടു സ്റ്റാർട്ടാണ് പറയുന്നത്. സ്റ്റാർട്ടിലേക്ക് പോവും. വീണ്ടും വന്നു, അത് പ്രിന്റ് ചെയ്യാൻ പറയും. 50 പ്രിന്റ് ചെയ്തു. 51 ആയി. 51 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു നമ്മുടെ ഇഫ് ലൂപ്പിൽ നിന്ന് തന്നെ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് മൂവ് ചെയ്തോളൂ. പ്രോഗ്രാം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് 1 to 50 എന്ന് പറയുന്ന 1 മുതൽ 50 വരെയുള്ള വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഈ ഒരു രീതിയിലാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ സ്വിച്ചിൻ്റെ അകത്ത് കേസസിൻ്റെ അകത്തായിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് അത് തന്നെ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വരാം. ഇറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക്. സ്വിച്ച് ബ്ലോക്കിൻ്റെ ഔട്ട്സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കേസിൻ്റെ അകത്ത് ബ്രേക്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ആ ഒരു പുതുതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതാണ്. വെൻ എ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് എൻകൗണ്ടേർഡ് ഇൻ എ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ അകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ടു വൈൽ ലൂപ്പ്. ഈ 3 ലൂപ്പിൻ്റെ അകത്തും നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിംഗ് ലൂപ്പ്. ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിംഗ് ലൂപ്പ്. ആ ലൂപ്പിൻ്റെ ഏത് ലൂപ്പിലാണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ്. ഇവിടെ നമ്മൾ സ്വിച്ചിൽ ഉപയോഗിച്ച സമയം ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക് ആയിരുന്നു നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മൂവ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ലൂപ്പിൻ്റെ അകത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിംഗ് ലൂപ്പ്. ആ ഒരു ലൂപ്പ് ഏത് ലൂപ്പിലാണോ ഉള്ളത് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. I is equal to 1 while I less than 10. 1 less than 10 ആണ്. നമ്മളോട് നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഇപ്പോൾ 10 എന്നുള്ള നമ്പറാണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ 10 equal to 0 ആണോ? അല്ല. അപ്പോൾ നമ്മുടെ എൻ്റർ ദ നമ്പർ ഈസ് 10 എന്നിവിടെ പ്രിന്റ് ചെയ്ത് വരും. ഐ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഐ 2 ആവും. ഇവിടേക്കാണ് പോവുക. 2 ലെസ് ദാൻ 10 ആണ്. ഉള്ളിൽ വന്ന് വീണ്ടും നമ്മളോട് ഏതെങ്കിലും ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 0 എന്നുള്ള നമ്പറാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 0 ഇൻപുട്ട് ചെയ്താൽ 0 equal to 0. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ബ്രേക്ക്. ഇവിടെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത് നമ്മൾ ഏത് ലൂപ്പിലാണോ നിൽക്കുന്നത് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലൂപ്പിലാണോ എൻകൗണ്ടർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് കം ഔട്ട് ഓഫ് ദ ലൂപ്പ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. കം ഔട്ട് ഓഫ് ദ ലൂപ്പ് എന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിനകത്തുള്ള യൂസ്. ഇത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് സ്വിച്ച് തന്നെ എഴുതിയാൽ മതി. ഇനി അഥവാ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ടുള്ളതാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. അതേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫോർ ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ആ നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോക്കാം. നമുക്ക് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. I is equal to 1. 1 ആണ്. 1 ലെസ് ദാൻ 5 ആണ്. ഉള്ളിലേക്ക് കടക്കും. ഇന്നർ ലൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് ജെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെ ഈക്വൽ ടു 1 എന്ന് വരും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഉള്ളിലേക്ക് വീണ്ടും കിടക്കും. സ്റ്റാർ പ്രിന്റ് ചെയ്യും. നമ്മളിവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്തു. ജെ ഈക്വൽ ടു 3 ആണോ? അല്ല.
അപ്പോൾ വീണ്ടും നമ്മുടെ പ്രോഗ്രാം എങ്ങോട്ട് പോകും? ഈ ഫോർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും. ജെൻ്റെ വാല്യൂ 2 ആയി മാറും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇത് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫോർ ലൂപ്പിലേക്കാണ് പോവുക. ഔട്ടർ ലൂപ്പായിട്ടുള്ള ഈ ഒരു ഫോർ ലൂപ്പിലേക്ക് പോകും. ഇവിടെ വന്നിട്ട് അതിൻ്റെ വാല്യൂ 2 ആവും. വീണ്ടും നമ്മുടെ ഇതേ പ്രൊസീജിയർ തുടരും. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ആദ്യത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്യും. വീണ്ടും അതിൻ്റെ ജെൻ്റെ വാല്യൂ 2 ആയി മാറും. ജെ 2 ആയി കഴിഞ്ഞാൽ ഉള്ളിൽ വീണ്ടും കിടക്കും. ഉള്ളിൽ വന്നിട്ട് 2 പ്രിന്റ് ചെയ്യും. വീണ്ടും നമ്മുടെ 3 ആയി കഴിഞ്ഞു. 3 ലെസ് ദാൻ 2 ആണോ? അല്ല, അതിൻ്റെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് 3 ലെസ് ദാൻ 2 അല്ല. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ഔട്ടർ ലൂപ്പിലേക്ക് കിടക്കും. അതിൻ്റെ വാല്യൂ 3 ആയി മാറും. വീണ്ടും 3 വന്ന് ഉള്ളിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ ലൂപ്പിൽ 3 പ്രാവശ്യം സ്റ്റാർ പ്രിന്റ് ചെയ്യും. മൂന്നാമത്തെ പ്രാവശ്യം സ്റ്റാർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജെൻ്റെ വാല്യൂ 3 ആയിരിക്കും. ആ സമയത്ത് 3 പ്രിന്റ് ചെയ്തു. ഇഫ് ജെ = 3 എന്നാണ് പറയുന്നത്. നമ്മുടെ ജെൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞവർ. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ലൂപ്പിലാണോ നിൽക്കുന്നത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ബ്രേക്ക് ചെയ്യുക ഈ ഒരു ഇന്നർ ലൂപ്പായിട്ടുള്ള ഈ ഒരു ഫോർ ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ എവിടേക്ക് പോകും? വീണ്ടും പ്രോഗ്രാം കൺട്രോൾ വീണ്ടും നമ്മുടെ ഔട്ടർ ലൂപ്പിലേക്ക് പോകും. ഔട്ടർ ലൂപ്പിൽ വന്നിട്ട് അത് എന്തായി മാറും? 4 ആയി മാറും. വീണ്ടും ഈ പ്രോഗ്രാം ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കിടക്കും. ഈ ഇന്നർ ലൂപ്പിൽ കിടക്കും. ഇന്നർ ലൂപ്പിൽ കിടന്നിട്ട് വീണ്ടും അത് 3 സ്റ്റാർ പ്രിന്റ് ചെയ്യും. 3 സ്റ്റാർ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ജെൻ്റെ വാല്യൂ 3 ആയിരിക്കും. 3 വീണ്ടും വരുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറയും. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. പുറത്തേക്ക് വരും. ഇവിടെ അതിൻ്റെ വാല്യൂ 5 ആവും. ആ 5 ആവുന്ന സമയത്ത് ഇവിടെ സ്റ്റാർ പ്രിന്റ് 3 പ്രിന്റ് ചെയ്ത് പുറത്ത് വരും. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കൊടുക്കാൻ കാരണം എങ്ങനെയാണ് ഒരു 2 ലൂപ്പുകൾ ഉണ്ടെങ്കിൽ, അതായത് നെസ്റ്റഡ് ലൂപ്പായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബ്രേക്ക് കൊടുത്താൽ അത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത്. അവസാനത്തെ പോർഷനായിട്ടുള്ള കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ 2 ജംപ് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഗോ ടു, രണ്ടാമത്തത് ബ്രേക്ക്, മൂന്നാമത്തത് കണ്ടിന്യൂ. കണ്ടിന്യൂ എൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ആദ്യം ആ ഒരു ഇംഗ്ലീഷ് മീനിങ് നോക്കാം. കണ്ടിന്യൂ ചെയ്യുക, തുടർന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇത് എന്താണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം. ദ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ഈസ് അനദർ ജംപ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിംഗ് ദ നെക്സ്റ്റ് iteration. ദ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ഈസ് അനദർ ജംപ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു വേറൊരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ്. പാർട്ട് ഓഫ് ദ കോഡ് സ്കിപ്പ് ചെയ്യും. എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പാർട്ട് ഓഫ് ദ കോഡ് ഈസ് സ്കിപ്പിംഗ്, ദെൻ ഫോഴ്സിങ് ദ നെക്സ്റ്റ് iteration. അടുത്ത ഐട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ളത്. ഫോർ i = 1, i less than or equal to 10, i ++ i. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. ഉള്ളിൽ കിടക്കും. ഇവിടെ 6 ആണോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 6 അല്ല, 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ എന്ത് പ്രിന്റ് ചെയ്യും? i പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്തു. വീണ്ടും അതിൻ്റെ വാല്യൂ 2 ആയി മാറി. നമ്മളോട് വീണ്ടും ഉള്ളിലേക്ക് വരും. 2 = 6 ആണോ നോക്കി? അല്ല. അപ്പോൾ 2 പ്രിന്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് 5 വരെ പ്രിന്റ് ചെയ്യും. 5 പ്രിന്റ് ചെയ്തു, പുറത്ത് വന്നു. 5 കഴിഞ്ഞ് ഇവിടെ വന്നു, 6 ആയി. 6 വന്നു കഴിഞ്ഞാൽ i = 6 ആണ് അല്ലേ? 6 = 6 ആണോ? ആണ്. അപ്പോൾ നമ്മളോട് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെഫിനിഷനിലേക്ക് ഒന്നും കൂടി പോവാം. സ്കിപ്പിംഗ് ഓവർ എ പാർട്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യും ആ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡിയുടെ അകത്തുള്ള അടുത്ത പാർട്ടുകൾ മുഴുവൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഫോഴ്സിങ് ദ നെക്സ്റ്റ് iteration. എന്നിട്ട് നെക്സ്റ്റ് iteration പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായി? നമ്മളിത് ഇവിടെ 6 ആയിരുന്നു, അത് നേരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട്, ഈ ഒരു cout i എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ട് അത് 7 ആയി മാറും. 7 = 6 ആണോ നോക്കി? അല്ല. അപ്പോൾ ഇതിനുള്ളിൽ കടക്കില്ല. വീണ്ടും 7 പ്രിന്റ് ചെയ്തു, 8 പ്രിന്റ് ചെയ്തു, 9 പ്രിന്റ് ചെയ്യും, 10 പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോഡ് ഇങ്ങനെ ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് 6 എന്ന് പറയുന്നത് ഈ ഒരു ഇഫ് i = 6 എന്ന് പറയുന്ന ഒരു കേസ് വന്നാൽ മാത്രം കണ്ടിന്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും.
ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇതാണ്. അതിനുശേഷമുള്ള കോഡുകളെ ഒന്നും വർക്ക് ചെയ്യിക്കാതെ തൊട്ടടുത്ത ലൂപ്പിലുള്ള തൊട്ടടുത്ത ഐറ്ററേഷനിലേക്ക് മൂവ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ജമ്പിങ് ആണ് ഇവിടെ നടത്തുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിളും ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ ആയിട്ടാണ് ചോദിക്കാറ്. വാട്ട് ഈസ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ എന്നാണ് ചോദിക്കാറ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പഠിച്ച് എടുക്കുമ്പോൾ എക്സാമ്പിളും കൂടെ അതിൻ്റെ കൂടെ പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു.